പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം. പാലകനേശുവേ മറന്നിരിക്കോ തന്റെ ഒന്നായി ഘോഷിച്ചിടാം. പാലകനേശുവേ ആമേൻ. ആ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അല്പനേരം കൂടി ആമേൻ. ആ കരങ്ങളെ അടിച്ച് ആമേൻ. വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിച്ചതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പാലകനേശുവേ മറന്നിരിക്കോ തന്റെ ഒന്നായി ഘോഷിച്ചിടാം. പാലകനേശുവേ മറന്നിരിക്കോ തന്റെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, തുതിച്ച യേശുവിനെ, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ ഈശാനമൂലം അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നി. യേശുവേ തൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നസ്തു. ആമേൻ. തൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നസ്തുതി. അതുകൊണ്ട് വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർ. ഓ ശവനത്തെ വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടതാരുണ്ട്. ആമേൻ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ. കഥയാൽ ഭക്തന് പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു തുതിച്ചിടുക. കഥയാൽ ഭക്തന് പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു തുതിച്ചിടുക. വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ കട്ടത്തിൻ കോട്ടை അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ല. അവേ കട്ടത്തിൻ കോട്ടയിൽ ഓ ശതരേ പഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ച്. ആമേൻ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ. ഒരിക്കൽ കൂടി കട്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടു അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കട്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടപ്പാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം. പാലകനേശുവേ പറഞ്ഞു ഓ തന്റെ ഒന്നായി
ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹല്ലേലൂയ പറയും. പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മൂന്നിലങ്ങ് ഒതുക്കും. പക്ഷെ നമുക്കിന്ന് ഒന്നും പോരാ, രണ്ടും പോരാ, മൂന്നും പോരാ. സ്വർഗം കേൾക്കാൻ നമ്മൾ 10 ഹല്ലേലൂയ പറയാൻ വേണ്ടി പോവുകയാണ്. റെഡി? റെഡി? 1 2 കരങ്ങൾ ഉയർത്തി സ്വർഗം കേൾക്കേ. റെഡി? 1 2 3 ഹല്ലേ. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തയെ, നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രയേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. മോളെ ഒന്നുകൂടെ. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രയേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അരാമ്യ പടക്കൂട്ടം പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നില്ല. ഇതുവരെ നിന്റെ കുടുംബത്തിൽ എതിർക്കാൻ വന്നത് ഇന്ന് രാവിലെ മുതൽ വരത്തില്ല. കരമടിച്ച ദൈവത്തിന് ഒരാമീൻ പറ. നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ വീടിനെ എതിർത്ത് കളഞ്ഞതിനെ എല്ലാം ഇന്ന് രാവിലെ ദൈവം തടയാൻ പോകുകയാ. ദൈവം നിനക്കൊരു പട്ടാളമായി നിൽക്കാൻ പോകുകയാ. ചില കുടുംബങ്ങൾക്കകത്ത് ചില വ്യക്തികളെ എതിർത്ത് കടന്നു വരുന്ന, ചില കുടുംബങ്ങളെ എതിർത്ത് കടന്നു വരുന്ന, ചില തലമുറകളെ എതിർത്ത് കടന്നു വരുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ ദൈവം തടയാൻ പോകുകയാ. അകത്തുറപ്പുള്ള ദൈവത്തിന്റെ മക്കള് ഇന്ന് രാവിലെ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ.
ഞാൻ ഇന്ന് രാവിലെ ആരാധന നടക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണുകയാ. ചില ആരാമ്യ സൈന്യത്തെ ദൈവം ഇന്ന് രാവിലെ തോൽക്കുമാറാക്കാൻ പോകുകയാ. നിന്റെ മുൻപിൽ നിവരെ നിൽക്കുന്ന അന്ധകാര ശക്തികളെ തോൽപ്പിച്ചു കളയാൻ ഈ രാവിലെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളുടെ മേലും ദൈവം ഇന്ന് രാവിലെ ഒരു അഭിഷേകം പകർന്നു തുടങ്ങാൻ പോകുകയാ. ഞാൻ ഇന്ന് രാവിലെ കാണുന്നു ചില വീട്ടിൽ ദൈവം പട്ടാളമായി മാറുന്നു. നിന്റെ തലമുറക്കെതിരെ ആമേൻ അണിനിരന്ന ചില പടക്കൂട്ടങ്ങളെ എന്റെ ദൈവം ഇന്ന് രാവിലെ ഓടിച്ചു കളയാൻ പോകുകയാ. പിന്നെ ആരാമ്യ പട്ടാളം ഇസ്രായേലിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ആ കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഇന്ന് രാവിലത്തെ ആരാധന ചില വീടുകൾക്ക് സംരക്ഷണം ഉണ്ടാകാൻ പോവാ. ചില മക്കൾക്ക് സംരക്ഷണം ഉണ്ടാകാൻ പോവാ. നിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഇറങ്ങി വന്ന് തുടങ്ങാൻ പോകുകയാ. ഒരു മാരക വ്യാധിയും നിന്റെ വീട്ടിൽ കയറി വരാതെ യേശു നിനക്ക് പട്ടാളമായി ഇന്ന് രാവിലെ ചില ശരീരങ്ങളുടെ മേലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോട് പറയുക, ചിലരെ സൗഖ്യമാക്കത്തക്ക പോലെ കൂടെ കൂടെ കടന്നു വരുന്ന രോഗശക്തികൾ, ശാപങ്ങൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ എല്ലാം ഇന്ന് രാവിലെ അധികാരത്തോടെ നീങ്ങിപ്പോകാൻ തുടങ്ങുക. ആത്മാവിൽ സഞ്ചരിക്കാൻ കഴിയുന്നവർ ഇന്ന് രാവിലെ ആത്മാവിൽ സഞ്ചരിച്ചോ. ചില സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ തുടങ്ങുക. നിനക്കെതിരെ കെട്ടുകെട്ടി കാത്തിരിക്കുന്ന ചില ശക്തികളുണ്ട്. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരിക. ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോണം. കൂടെ കൂടെ ചില വീട്ടിൽ കടന്നു വരുന്ന അനർത്ഥങ്ങൾ മാറിപ്പോകും. നിങ്ങൾ ഉറച്ചൊരു ആമീൻ പറഞ്ഞില്ല. വീടിനകത്ത് എന്ത് ചെയ്താലും ഒന്നും ഉണ്ടാകാത്ത ചില വീടിന്റെ അവസ്ഥ മാറും. നിന്റെ കുടുംബത്തിനകത്ത് കയറിയാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ദുഷ്ടവ്യാപാരത്തെ നമ്മൾ പിടിച്ചു കെട്ടാൻ പോവാ. ഇന്ന് രാവിലെ യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റു വരാൻ പോകുകയാ. നീ തോറ്റ പരാജയപ്പെട്ടു പോകുമെന്ന് ദുഷ്ടപിശാച് നിന്നോട് പറഞ്ഞ അതേ സ്ഥലത്ത് ദൈവം നിനക്ക് ജയം തരാൻ പോകുകയാ. ചില ഇടുക്കങ്ങൾ ഇന്ന് രാവിലെ വിശാലമായി മാറാൻ പോകുകയാ. എന്റെ ദൈവം നിന്നെ വിശാലമാക്കാൻ പോകുകയാ. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറകളെ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം നിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാ. ഈ രാവിലെ ഞാൻ വെളിപ്പാട് കാണുന്നു. ചില ആളുകൾ എക്സ്പാൻഡ് ചെയ്യാൻ വളരെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലരെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാ. ഈ ആരാധിച്ചു തുടങ്ങുന്ന, ഈ ദൈവത്തെ സ്തുതിക്കുന്ന, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങൾക്ക് ഈ അമ്മയെന്ന് പിടിച്ചോണം യേശുവിന്റെ നാമത്തിൽ. അടവൻ പ്രവനെ അന്തരജസിയ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവര് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവിനോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം നിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. ഇന്ന് രാവിലെ യേശു നിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന രാവിലെയാണ്. മിനിറ്റുകളെ കരമടിച്ച് ആത്മാവിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ ആത്മാവിൽ സഞ്ചരിച്ചോ. നീ ഉയരത്തില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്റെ മക്കൾ രക്ഷപ്പെടത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഇന്ന് രാവിലെ ദൈവം നിനക്ക് ഒരു പട്ടാളമായി ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. കർത്താവ് എന്നോട് പറയുക, ഒരു ശക്തിക്കും ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. അതെന്നാന്നറിയാമോ? ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അത് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലത്രേ തന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വാക്ക് കേട്ടോണം. നിനക്ക് ഒരു വിശാലത വരാൻ പോവാ. നിന്റെ കുടുംബത്തെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. നിന്റെ തലമുറയെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. നിന്റെ മക്കളെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. ചില തടസ്സങ്ങൾ ഇന്ന് രാവിലെ മാറിപ്പോകാൻ തുടങ്ങുക.
പിശാച് അടിച്ചിരിക്കുന്ന സകല കുറ്റികളും ഇന്ന് രാവിലെ പിഴുതു കളയാൻ പോകുകയാ. സിയോൻ പുത്രിയെ, ബദ്ധയായ സിയോൻ പുത്രിയെ, നിന്റെ കഴുത്തിൽ നിന്ന് ബന്ധനങ്ങളെ അറുത്തു കളയുക. ബദ്ധയായ സിയോൻ പുത്രിയെ, ഇന്ന് രാവിലെ എന്റെ ദൈവം നിന്റെ കഴുത്തിൽ നിന്ന് മുഖമൊടിച്ചു കളയാൻ പോകുന്നു. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ വാക്യം തുടങ്ങുന്നത് പ്രവാചക ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. മോളെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാർ എലീശായോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോണം. ഇന്ന് സ്ഥലത്ത് വിടുതൽ നടക്കും. ആമേൻ. ഞാൻ കേട്ടില്ല, ശരിക്കും ആമേൻ പറഞ്ഞോ? ചില സ്ഥലങ്ങളിൽ വിടുതൽ നടക്കും. ചില വീടുകളിൽ വിടുതൽ നടക്കും. വർഷങ്ങൾ പഴക്കമുള്ള ശാപങ്ങൾ ഇന്ന് രാവിലത്തെ ആരാധന പൊട്ടിപ്പോകും. ഇത് സ്ഥലങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ ദൂത്. കർത്താവിനോട് പറയുക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം. കേട്ടവർ ഉറച്ചവർ ആമേൻ പറ. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം. എന്താ? ഒന്നുകൂടെ. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്. ആമേൻ പറഞ്ഞോ? വീട്ടിൽ ഇന്ന് രാവിലെ വിടുതൽ നടക്കും. വീട്ടിൽ ദൂതന്മാർ ഇറങ്ങും. വീട്ടിൽ ദൈവത്തിന്റെ വാള് ചലിക്കും. വീട്ടിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. നിന്റെ കുടുംബത്തെ സന്തോഷിക്കാൻ വിടാത്ത സകല ദുഷ്ടവ്യാപാര ശക്തികളും കൈവക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ പാർക്കുന്ന സ്ഥലം ഏതാ? നിങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലമില്ലേ? കെയർ ഓഫ് അഡ്രസ് ഉള്ള സ്ഥലം. കെയർ ഓഫ് കുഞ്ഞു 52 അതില്ലേ? ആ കെയർ ഓഫ് സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞേ. ഞങ്ങൾ പാർക്കുന്ന, ഇന്ന് രാവിലെ നീ പാർക്കുന്ന വീട്ടിൽ അത്ഭുതം നടക്കും. കൈ ഉയർത്തി ആമേൻ പറഞ്ഞോ? നിന്റെ വീടിനോടായി പോരാട്ടം, നിന്റെ കുടുംബത്തോടായി പോരാട്ടം. ഇന്ന് രാവിലെ പോരാട്ടം അവസാനിക്കാൻ പോവാ. നീ ഒരു ജയാളിയായി മാറാൻ പോകുകയാ. അഭിഷേകമുള്ളവൻ ഒരു ജയാളിയായി, പ്രവർത്തിക്കുന്നവൻ ഒരു ജയാളിയായി, സുവിശേഷം അറിയിക്കുന്നവൻ ജയാളിയായി. മകളെ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ചില ആളുകൾ ഇതിനകത്തുനിന്ന് പുറപ്പെടാൻ പോകുകയാ. ചിലരെ ദൈവമായുധങ്ങളുമായി ഇന്ന് രാവിലെ പുറപ്പെടുവിക്കാൻ പോകുകയാ. നിന്റെ വീട് തകർത്തുകളയാൻ പിശാച് കെട്ടിയ സകല കെട്ടുകളോ ഇന്ന് രാവിലെ യേശുവേ, നീ പാർക്കുന്ന സ്ഥലത്ത്, നീ പാർക്കുന്ന സ്ഥലത്ത്, നീ പാർക്കുന്ന സ്ഥലത്ത്, നീ പാർക്കുന്ന സ്ഥലത്ത്. എലീശയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇന്ന് രാവിലെ ഇടുക്കം മാറും. ഇതുപോലെ ശരിക്കും കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. എന്നാ മാറും? ഇടുക്കം. എന്താണ് ഇടുക്കം? എന്തോ മാറും? അഭിഷക്തന്മാരെ ഇടുക്കം മാറും. എന്ത് കിട്ടിയാലും ഒരു ഇടുക്കം. എന്ത് കിട്ടിയാലും ഒരു ഇടുക്കം. രോഗം മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല. എന്ത് കിട്ടിയാലും വീട്ടിലൊന്നുമില്ല. എല്ലാവർക്കും ജോലിയുണ്ട്, പക്ഷെ 30-ാം തീയതി കാശില്ല. ആമയും പറഞ്ഞില്ല. ഭാര്യയും ഭർത്താവും കൂടെ മുഖത്തോട് മുഖം നോക്കി അടിയും നാശവും വെള്ളപ്പൊക്കമാണ്. 5 ദിവസം സന്തോഷമാണ്, 50 ദിവസം അടിയും ബഹളമായിരിക്കും. ഒരാമയും പറ. ഭാര്യ പറയുന്ന ഭർത്താവിനും ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഭാര്യ ഉണ്ടോ? ഇല്ല. അവനാ ദൂതെല്ലാം ഏറ്റെടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ കൈ ഉയർത്തി ഒരാമയും പറഞ്ഞില്ല. അതുകൊണ്ട് 2 വാക്ക്. ഇന്ന് രാവിലെ ആ ഇടത്ത് ഒരത്ഭുതം നടക്കും. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ യേശു എന്നോട് പറഞ്ഞ, വീട്ടിലെ പോരാട്ടങ്ങൾ പൊട്ടാൻ പോവാ, വീട്ടിലെ പ്രതിസന്ധികൾ പൊട്ടാൻ പോവാ. ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുൻപ് നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങിച്ചെല്ലാൻ പോവാ. നിന്റെ കുടുംബത്തിലേക്ക് യേശു ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ വീടിനകത്ത് പിശാചിടുന്ന അസമാധാനത്തിന്റെ തിരത്തള്ളലുകളെ ഇന്ന് രാവിലെ യേശു ഉടച്ചു കളയുക. എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകാൻ പോകുകയാ. ഇന്ന് രാവിലെ അസമാധാനങ്ങൾ പൊട്ടിപ്പോകും. പാരമ്പര്യമായി വരുന്ന ചില ശാപങ്ങൾ
നിക്ക് ഒരു മിനിറ്റ്. ഇങ്ങനെയൊക്കെ പറയുന്ന പാസ്റ്റർമാരെ കളിയാക്കുന്നതിന് മുമ്പ് കണ്ണു തുറന്ന് നോക്കണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കേസുണ്ട്. ഏത് സഭയാണെന്നൊന്നും പറയുന്നില്ല. ഒരു പാരമ്പര്യ ചർച്ചിലെ കർത്തൃദാസൻ, മക്കൾ രണ്ടും മക്കളും കല്യാണം കഴിച്ച് 2 മക്കളും ഡിവോഴ്സായി. അറിയപ്പെടുന്ന ശുശ്രൂഷകൻ, ചെയ്യാവുന്നെല്ലാം ചെയ്ത് സഭായോഗത്തിന് വെറുതെ ഒന്ന് പോയിരിക്കും, പ്രസംഗിക്കുകയല്ല, നിരാശ മനസ്സിൽ മൂടി. ആ സഭയിലുള്ള ഒരാൾ പറഞ്ഞു, ബിനുപാസിനെ പോയി കണ്ടാൽ മതി, പുള്ളിക്കാര്യം പറയും. ഒരാമീൻ പറ. ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. നിങ്ങൾ കേൾക്കുന്നോ? ഇത് കുഞ്ഞുകളിയല്ല. അല്ല. ഇനി ഒരു കാര്യം കൂടെ. അവരുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയം ഒരു സഹോദരി അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ പേരുള്ള ആൺകുട്ടി എന്ന് വെച്ചാൽ ആ പേരൊക്കെ പറഞ്ഞു, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇന്ന പേരിൽ ഒരാൾ മകളെ വിവാഹം കഴിക്കാൻ വരും. ആൾക്ക് PhD ഉണ്ട്. വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്ന ആളിനോട് ആദ്യം ചോദിച്ച പേരാ ചോദിച്ചേ. പേര് ഈ പറഞ്ഞ പേരാ. ദൂത് കറക്റ്റാ, പക്ഷേ ജീവിതം നിന്നില്ല. അപ്പൊ ദൂതല്ലായിരുന്നു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വീട്ടിൽ വരും. ആമേൻ പറ. ഇതാ ഞാൻ തുടക്കി അങ്ങോട്ട് പറഞ്ഞേ. ഇതാ പറഞ്ഞു തുടങ്ങി. ഞാൻ ചോദിച്ചു, ദൂത് കേട്ട് കല്യാണം കഴിച്ചല്ലേ? ആണ്. കൊച്ചിനിപ്പോൾ അതുകൊണ്ട് പ്രവാചകന്മാരെയും പ്രവാചകിമാരെയും വിശ്വാസമില്ല. പെന്തിക്കോസിൽ പാസ്റ്റർ മോള് കമ്മലും മാലയൊക്കെ ഇട്ട് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് ഇപ്പം ലഹരിയുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക പെണ്ണ്. ഇനി ബാക്കി കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു, വിളിച്ചവളെ തരാൻ പറഞ്ഞു. അവളെ ഫോൺ വിളിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ സൺഡേ അവൾ ആരാധനയ്ക്കുണ്ടായിരുന്നു. അവൾ യേശുവിന് വേണ്ടി തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ഈ ശൗമേലിനെ വരുത്തിത്തരാൻ വേണ്ടി വെളിച്ചപ്പാട് ആത്മാവ് വരുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ഈ ആത്മാക്കളെ വിവേചിക്കണം. കണ്ട കടച്ചാണികളൊക്കെ വീട്ടിൽ കൊണ്ടുപോകരുത്. കൈ ഉയർത്തി ആമീൻ പറ. ഈ ശൗമേലിനെ വരുത്തിത്തരാൻ പറഞ്ഞു. ശൗമേല് കയറി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ശൗമേല് മരിച്ചിട്ട് ഒരുപാട് കാലമായി. ശൗല് വന്നിട്ട് പറഞ്ഞു, എനിക്ക് തമ്പുരാൻ ഉറീമും കൊണ്ടും തുമ്മീം കൊണ്ടും വെളിപ്പാട് കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും എന്നോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നീ ഒരു വെളിച്ചപ്പാടത്തെ വരുത്തി തരണം. വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞു, നീ എനിക്ക് ശൗമേലിനെ വരുത്തി തരണം. ആരെ വരുത്തി തരണം? ശൗമേലിനെ വരുത്തി തരണം. ഇവിടെ വെളിച്ചപ്പാടത്തി പറഞ്ഞു, നീ എന്നെ കൊല്ലുമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. കൊല്ലുമൊന്നുമില്ല. മോളെ വേണേ വായിച്ചോ, ഒന്ന് വായിച്ചോ. കേട്ടോ നിങ്ങൾ? ബൈബിളിലെ വാക്യാ. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു. ഇനി ഒരു ദൂത് കേട്ടോ, എന്ത് വേഷം മാറിയാലും നീ പിടിക്കപ്പെടും. ആമേൻ പറ. എന്ത് വേഷം മാറിയാലും നീ പിടിക്കപ്പെടും. അത് വെറുതെ ഇട്ടാലും നീ പിടിക്കപ്പെടും. വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച്, വെറുതെ ഇട്ടായിരിക്കും. വേറെ വസ്ത്രം ധരിച്ച് രണ്ടുപേരെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട്, നീ എനിക്കായി പ്രശ്നം നോക്കുകയും. ഒരു മിനിറ്റ്. ആരുടെ വീട്ടിൽ പോയി? സ്ത്രീയുടെ വീട്ടിൽ പോയി. കൈ ഉയർത്തി രാമയും പറഞ്ഞില്ല. സ്ത്രീയുടെ വീട്ടിൽ പോയി വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട്. നീ വെളിച്ചപ്പാട് ആത്മാവുണ്ട്. ഇനിയും പറയുന്നത് കേട്ടോണം. ഒരുപാട് ആത്മാവുണ്ട്. എന്നാ? ഇനി അത് കേട്ടോണം. ഒരുപാട് ആത്മാവുണ്ട്. മിസ്രൈമിൽ ആത്മാവുണ്ട്. കനാനിൽ ആത്മാവുണ്ട്. അഭിഷേകമുള്ളവന്റെ മേൽ ആത്മാവുണ്ട്. എല്ലാ ആത്മാവും ഒറിജിനൽ അല്ല. കൈ ഉയർത്തി ആമീൻ പറഞ്ഞില്ല. എല്ലാ ആത്മാവും ഒറിജിനൽ അല്ല. അതാദ്യം വിവേചിക്കുന്നതിന്റെ പേരാ കൃപ. ഒരാമീൻ പറ. നീ നെഗറ്റീവാണ് ഈ വിചാരിക്കുന്ന മൊത്തം. അതാ നിനക്ക് നെഗറ്റീവ് വരുന്നേ. ഇത് പറഞ്ഞു തരാം കേട്ടോ. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് എനിക്ക് ശൗമേലിനെ വരുത്തി തരണം. എനിക്ക് ആരെ വരുത്തി തരണം? അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. വായിച്ച മോളെ എന്നാ പറഞ്ഞേ? സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് ഛേദിച്ച് രാവിലെ ഒരു തൂത് കേട്ടോ. ചിലതിനെ നമ്മളെ ഛേദിച്ച് കളയാൻ പോവാ. കരം ഉയർത്തി ഒരാമീൻ പറ. നിന്റെ വീടിനകത്തിട്ട മന്ത്രവാദത്തെ ഛേദിച്ച് കളയാൻ പോവാ. നിന്റെ തലമുറയ്ക്കെതിരെ പണിത് കൂട്ടിയതിനെ ഈ രാവിലെ നമ്മൾ ഛേദിച്ച് കളയാൻ പോവാ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ചില വെളിച്ചപ്പാട് ആത്മാവിനെ ഈ രാവിലെ സഭ ഛേദിക്കാൻ പോവാ.
പാസ്റ്റർ വീട്ടിൽ ഈ സ്ത്രീ എന്ന് പ്രവചിക്കാൻ വന്നോ? അങ്ങനെ ഇപ്പോഴും വഴിയാധാര ജീവിയെ പോലെ ജീവിക്കുക. സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല, സ്വന്തമായിട്ട് വണ്ടിക്കൂലിക്ക് കാശില്ല, വലിയ സഭയിലായിരിക്കുന്നത്. 25-ാം തീയതി ആവുമ്പോ എല്ലാ കാശും തീർന്നു. കേൾക്കുന്നോ നിങ്ങള്? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇത്ര വർഷത്തിന് പുറകിൽ നിങ്ങളുടെ മൂത്ത മകൾ വിവാഹം കഴിക്കുന്നതിന് 6 മാസം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നത് ഓർമ്മയുണ്ടോ? ദൂത് പറഞ്ഞത് കൃത്യമായി പച്ചലം കത്രികം പോലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. രാമീൻ പറ. ഒരു സ്വത്രം പറഞ്ഞു. ഒരു വീട്ടിൽ അഭിഷേകമുള്ളവൻ കാലുകുത്തിയാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഇപ്പോഴും നിന്റെ വീട്ടിൽ അട്ടിനാശവും വെള്ളപ്പൊക്കവും ആണെങ്കിൽ ആ അഭിഷേകത്തെ സംശയിച്ചോണം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. നിന്റെ വീടിന്റെ സ്ഥിതി മാറാൻ പോവാ. കൈയൊന്ന് പൊക്കി ഒരു ആമീൻ പറ. 2 കാര്യം കൂടെ. വെളിച്ചപ്പാട് ആത്മാവുണ്ട്. എന്നാ ഉണ്ട്? ബൈബിളിലെ വാക്യം കണ്ടോ? എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അല്ല, ഒരാമീൻ കൂടെ പറ. അങ്ങനെ വാക്യല്ലേ? എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നുള്ള, വെളിച്ചങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. കർത്താവ് ഇന്നലെ രാത്രി എന്നോട് കർശനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയണം, ബാക്കി മുഴുവനും വെട്ടിക്കളയണം. ഇന്ന് രാവിലെ നമ്മൾ വാളുമായിട്ട് ഇറങ്ങാൻ പോവാ. നിന്റെ കുടുംബത്തെ ഉയരാതിരിക്കാൻ ആത്മീകമായി ഉയർന്നു വരണം നിന്റെ പിള്ളേരെ. നിങ്ങൾ ഒരു കാര്യം കൂടെ കേൾക്ക. ഞാൻ ആ മോളോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ സംസാരിച്ചു. പ്രസംഗിക്കുന്ന ചെറുക്കൻ, പ്രവചനം പറഞ്ഞ ചെറുക്കൻ. അവൻ എന്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ അടുത്ത് കരയുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവത്തിൽ ഒന്നും വിശ്വാസമില്ല അച്ഛാ, സത്യമായിട്ടും ഇല്ല. എൻ്റെ അനുഭവം അതാ. എൻ്റെ അപ്പനും അമ്മയും ദൂതാന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന പ്രവചനമാന്ന് പറഞ്ഞ് 4 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും പോലെ ജീവിക്കുക. അവർക്ക് ഭർത്താവായിട്ട് ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. ദൈവഗീതം ചോദിച്ച് കല്യാണം കഴിച്ച കോടതി കിടക്കുക. ഡിവോഴ്സിന് 10 ലക്ഷം രൂപ ഫയൽ ചെയ്തേക്ക. ഒറ്റ പൈസ എടുത്തിട്ട് ചോദിച്ചില്ല. ഇനി ബാക്കി കേൾക്കണോ? കാര്യം പറഞ്ഞു ഞാൻ. അവിടെ തൊട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എവിടെ തൊട്ട്? കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നതിന് തൊട്ട് മുൻപ് തൊട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അതിന് എന്നാ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞു, പബ്ലിക്കായിട്ട് പറയുന്നില്ല. ഈ പറയുമ്പോൾ ചെയ്യേണ്ട കാര്യം കൂടെ ഞാൻ പറയും, കേട്ടോണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരത്ഭുതം നടന്നു. മോന് UK അതുവരെ ജോലിയില്ലായിരുന്നു. ടിക്കെന്നൊരു ജോലി ദൈവം കൊടുത്തു. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു ഒരാമയും പറയാം. മകളെ ദൈവം ആദരിച്ചു. അവൾക്ക് അവിടത്ത് പോകാനൊരു വഴി ദൈവം തുറന്നു. മകൾക്ക് വേണ്ടി ആ രാജ്യത്തുനിന്നൊരു വിവാഹാലോചന വന്നു. ഒരു മിടുമിടുക്കനായ ഡോക്ടർ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ യേശു ജീവിക്കുന്ന അച്ഛാ. ഇന്ന് രാവിലെ ഒരു തൂത് ഞാൻ പറയാ. ചില ആത്മാവ് കൊണ്ട് നിന്നെ കെട്ടിയേക്ക കുഞ്ഞെ. ഇന്ന് രാവിലെ നീ മാനസാന്തരപ്പെട്ടോണോ, നീ തിരിച്ചു വന്നോണോ. നീ ഇടപെടുന്ന സകല ആളുകളും പിന്മാറ്റക്കാരാ. അതിന്റെ പുറകെ നിന്റെ മേലെ ഏതോ ദുരാത്മാവുണ്ട്. എല്ലാം പരിശുദ്ധാത്മാവല്ല. ഇനി ഉദാഹരണം കാണിച്ചു തരാം. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മനുഷ്യൻ, വിക്കനായ ഒരു മനുഷ്യൻ, 80 വയസ്സ് പ്രായമുള്ള വിക്കനായ പടുവയോധികനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. പഞ്ചാമരം വീശുന്ന വെപ്പാട്ടുകളുള്ള സകല തരിണീമണികളും ഒരുമിച്ച് നിൽക്കുന്ന രാജാവിന്റെ സൈന്യാധിപർ ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ രാജ്യത്തിന്റെ മുൻപിലേക്ക് അവരോധിച്ചിറങ്ങി വരുന്നു. മോശ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് എന്റെ നേരത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ ഒരു നിയോഗത്തോടെ വന്നതാ. ഇന്ന് രാവിലെ തൂത് കേട്ടോ, നിയോഗത്തിന്റെ മുൻപിൽ ഒരു പൈശാചിക ശക്തിയും പിടിച്ചു നിൽക്കില്ല. നിയോഗത്തിന്റെ മുൻപിൽ ഒരാഭിചാരവും പിടിച്ചു നിൽക്കില്ല. നിയോഗത്തിന്റെ മുൻപിൽ ഒരു ദുരാത്മാവും പിടിച്ചു നിൽക്കില്ല. നിയോഗത്തിന്റെ മുൻപിൽ ഒരന്ധകാര ശക്തിയും പിടിച്ചു നിൽക്കില്ല. കരമുയർത്തി ദൈവത്തിന് ആമേൻ പറഞ്ഞു. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ചില നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ചില നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ചില നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. നിയോഗത്തിന്റെ മുൻപിൽ ഒരു ശത്രു നിൽക്കത്തില്ല. കൈ കൊടുത്ത് പറ, നിയോഗത്തിന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കുകയില്ല. ചെന്ന് കയറിയ സ്ഥലം ഏതാണെന്നറിയാമോ? മാത്യു പാസ്റ്റർ, ചെന്ന് കയറിയ സ്ഥലം മന്ത്രവാദിയുടെ കൂട്ടിൽ. രാമേൻ പറ,
ഇന്ന് രാവിലെ മന്ത്രവാദിയുടെ കൂട്ടി നമ്മൾ ചെന്ന് കയറാൻ പോവാ. എന്നിട്ട് അതിനെ പൊളിച്ചടുക്കി ഇങ്ങ് തിരിച്ചു വരാൻ പോവാ. കയ്യൊന്ന് ഉയർത്തിയ ആമീൻ പറ. എന്റെ യേശുവിന്റെ നാമത്തെക്കാൾ ഉയർന്ന മറ്റൊരു നാമമില്ല. ശരി, മോശ അങ്ങനെ വന്നു നിന്നു. ഫറവോൻ മോശ പറഞ്ഞു, എന്റെ ദിനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. എന്റെ ദിനത്തെ ഒന്നുകൂടെ, എന്റെ ദിനത്തെ. ഇന്ന് രാവിലെ നിന്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യം വെളിപ്പെടും. കൈ ഉയർത്തി ആമേൻ പറഞ്ഞോ. ആരാധനയ്ക്കൊരു സ്വാതന്ത്ര്യം വെളിപ്പെടും. വീട്ടിലിരുന്ന പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചില ശക്തികൾ ഇന്ന് രാവിലെ ഉടഞ്ഞു തുടങ്ങാൻ പോകുകയാ. കർത്താവ് എന്നോട് പറയുക, നിനക്കൊരു സ്വാതന്ത്ര്യം എന്റെ ദൈവം നിനക്ക് തരാൻ പോവാ. കരമടിച്ച് ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് ഏറ്റെടുത്തോ. കർത്താവ് എന്നോട് പറയുക, ആരാധനയ്ക്ക് ചില വീടുകൾക്കകത്ത് ചില സ്വാതന്ത്ര്യങ്ങളെ എന്റെ ദൈവം തരാൻ പോവാ. വീട്ടിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ദൈവം തരാൻ പോവാ. മോശ പറഞ്ഞു, ആരാധിക്കാൻ എന്റെ ദിനത്തെ വിട്ടയക്കണം. ഒന്നുകൂടെ പറഞ്ഞു, ആരാധിക്കാൻ. എന്തിനാ? ഇന്ന് രാവിലെ ഞായറാഴ്ച കെട്ടി ഒരുങ്ങി നമ്മൾ വന്നത് ആരാധിക്കാനാ. ലിഫ്റ്റിക്ക് ഇട്ട് നമ്മൾ വന്നത് ആരാധിക്കാനാ. നമ്മൾ ഇന്ന് രാവിലെ കണ്ണാടിയും പൗഡറും ഒക്കെ ഇട്ട് വന്നത് ആരാധിക്കാനാ. ഒന്ന് കൈ കൊടുത്ത് പറ, ആരാധിക്കാൻ വന്നെന്ന് പറ. എന്തിനു വന്നാ? ഒന്നുകൂടെ പറഞ്ഞു, ആരാധിക്കാൻ. എന്തിനു വന്നാ? നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ആരാധിക്കാനാ വന്നേ. എന്തിനാ? ഒന്നുകൂടെ പറ, എന്തിനു വന്നാ? ഈ ആരാധന വിടുതലാകും. ഒരു മിനിറ്റ് കൂടെ കേട്ടോ. ഒരു വടിയും കൊണ്ടൊരു വിക്കൻ കയറി വരുവാ. ഇന്ന് രാവിലത്തെ ദൂത് നിന്നെ ട്രെയിൻ ചെയ്ത് വിട്ടതാ ദൈവം. കൈയടിച്ചൊരു ആമീൻ പറയാമോ? മോശേ, യു ആർ ട്രെയിൻഡ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്ത് വിട്ടതാ. നീ ദൈവത്തിന്റെ പാഠശാലയുടെ ട്രെയിൻ ചെയ്ത് പുറത്തു വന്നതാ. ഇത് കേട്ടോ നിങ്ങള്? ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ട്രെയിൻഡാ. എന്നാ? ട്രെയിൻ ചെയ്തു വന്ന അവൻ ട്രെയിൻഡാണ്. അതിന്റെ പേരാണ് ശിഷ്യൻ. ഒരാമയും പറ. എന്താ? ഒന്നോടെ പറ. ഡിസൈപ്പിൾ, ശിഷ്യൻ. ഒന്നോടെ പറഞ്ഞേ. ഈ ട്രെയിൻഡാണ്. അവർക്ക് പിണക്കമൊന്നുമില്ലല്ലോ. ഒരാമയും പറഞ്ഞേ. ഒരു പിണക്കവും ഇല്ല. ഉണ്ടോ? ശിഷ്യന്മാർക്ക് പിണക്കമില്ല. ആ കൈ കൊടുത്ത് പറ, ശിഷ്യന്മാർക്ക് പിണക്കമില്ലെന്ന് പറഞ്ഞു. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ട്. അമ്മമ്മ ശിഷ്യയല്ല. അമ്മയും പറഞ്ഞില്ല. അച്ഛനോട് ഈ ഭർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ടെങ്കിൽ അമ്മാമ്മ ആത്മീയ അല്ല. പിണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ പിണക്കം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർക്കണം. എപ്പോൾ അറിയാ? എത്ര പിണങ്ങിയാലും കയറി അച്ഛനങ്ങ് മിണ്ടിയേക്കണം. ഈ ശരിക്കും ആണുങ്ങൾ ഭയങ്കര പാവമാണ്. ശരിക്കും ഇവർ ബലഹീന ഹൃദയമുള്ളവരാണുങ്ങൾ. അതെന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആണുങ്ങൾക്കാ. സത്യമല്ലേ? പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ? ഇല്ല. അത്ര ലോലഹൃദയമുള്ള ചിന്നമ്മയ്ക്ക് മാത്രമേ വരുള്ളൂ, അല്ലാതെ ആർക്കും വരത്തില്ല. സത്യമല്ലേ? ബാക്കിയെല്ലാം ഈ ഒരു 100 ആണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പം ഒരക്കുഞ്ഞിനാണ് ഹാർട്ട് അറ്റാക്ക് പെണ്ണുങ്ങൾക്ക് വരുന്നത്. അതതിൻ്റെ കണക്ക്. കാര്യം സ്ത്രീകൾക്ക് ഭയങ്കര മനക്കട്ടിയും തൊലിക്കട്ടിയും ഭയങ്കര. ശരിക്കും നമ്മൾ ഈ വീട്ടിൽ എല്ലാത്തിൻ്റെ അഭിപ്രായം ആരോടാ? പുള്ളി പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചോദിച്ചാലും പെണ്ണുമ്പിള്ളയുടെ ചോദിക്കുന്നതെന്ന്. സ്വത്രം പറഞ്ഞിട്ടില്ലേ? എന്ത് ചോദിച്ചാലും ആട് ചോദിക്കും. അത് നല്ലതാ. എല്ലാം ചോദിക്കില്ലെന്നേ ഉള്ളൂ. സ്വത്രം പറഞ്ഞില്ല. അത് മാത്യു പാസ് പറഞ്ഞായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. എല്ലാം ചോദിക്കുന്നതിനും കുഴപ്പമില്ല. എല്ലാം ചോദിച്ചൊക്കെ ഈ അഭിപ്രായമൊക്കെ പറയുമ്പോൾ പിള്ളേരെയും കൂടി ഇരുത്തണം. പിള്ളേരെയും കൂടെ ഒക്കെ ഇരുത്തി, മക്കളെ നമ്മൾ ഇങ്ങനെ ഒരു 50 TV വാങ്ങിക്കുക. ഏത് TV വേണം? ആട് ചോദിക്കണം. അവനൊന്നും അറിയത്തില്ല, എന്നാലും അതിൻ്റെ അഭിപ്രായം കേൾക്കണം. അപ്പോൾ പിള്ളേർക്ക് എന്നാ തോന്നുന്നു അറിയോ? എൻ്റെ അപ്പൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള വാങ്ങിച്ചാൽ എന്നാലും അവനോട് പറയണേടാ ഇന്ന TV ആണെന്നല്ലേ, എന്നാൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. രാവിലെ നിന്റെ വീട്ടിലൊരു ദൈവശക്തി വെളിപ്പെട്ട് വരും. അങ്ങനെ മോശയോട് ചോദിച്ചു, എന്തിനു വന്ന? മോശ പറഞ്ഞു, ആരാധിക്കാൻ ജനത്തെ കൊണ്ടുപോകാൻ വന്നതാ. മോശയോട് ചോദിച്ചു, ആര് പറഞ്ഞിട്ട് വന്ന? മോശ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് വന്ന. മോശയോട് ചോദിച്ചു, ദൈവത്തിന്റെ പേരെന്താ? മോശ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്താണ് അവന്റെ പേര്? എന്താ? ഫറവോന് മനസ്സിലായില്ല. ഞാനാകുന്നവൻ ഞാനാണെന്ന് പറഞ്ഞാൽ എന്നാന്ന് ഫറവോന് മനസ്സിലായില്ല. ഫറവോനോട് പറഞ്ഞു, ഫറവോനെ, ഞാനാകുന്നവൻ ചെങ്കടലിൽ വന്നാൽ എനിക്ക് ചെങ്കൽപാത എന്ന പേര്.
ഞാനാകുന്നവൻ മാറയിലെത്തിയാൽ മാറയെ മധുരമാക്കുന്നവനെന്ന് എന്റെ പേര്. ഞാനാകുന്നവൻ ഉഷ്ണ മരുഭൂമിയിലെത്തിയാൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാകുന്നു എന്റെ പേര്. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് രാവിലെ ആത്മാവ് പറയുക, അവന്റെ കരുതൽ നിനക്ക് വേണ്ടി. മഹത്വമേ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂതായി പറയുക, അവൻ നിന്റെ വീട്ടിലിറങ്ങാമവ, അവൻ നിന്റെ കൂടാരത്തിലേക്ക് ഇന്ന് രാവിലെ ചലിക്കാൻ പോകുക. ഏതു ശക്തി നിന്നെ കെട്ടിവെച്ചാലോ ഇന്ന് രാവിലെ അടിച്ചുവിട. നിങ്ങൾ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ പോകുക. കർത്താവിനോട് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുക. ചില സ്ഥലങ്ങളിലേക്ക്, ചില പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ ഇറങ്ങി വരുന്നു. നിങ്ങളൊന്ന് ആത്മാവിൽ സഞ്ചരിക്കാൻ പറ്റുന്നവർ അല്പമിനിറ്റുകൾ ആത്മാവിൽ സഞ്ചരിച്ചോ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുകയാ. ദൈവത്തിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ കുടുംബത്തിലേക്ക് കെട്ടുകളെ പൊട്ടിച്ചു തരാ. നിങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് ഈ ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കും. നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന എതിരുകൾ ഇന്ന് രാവിലത്തെ ആരാധന പൊട്ടിപ്പോകും. നിന്നെ മുന്നോട്ട് വിടാത്ത സകല ശാപത്തിന്റെ ശക്തികളും ഇന്ന് രാവിലത്തെ ആരാധനയിൽ എന്റെ ദൈവം അതിനെ അടിച്ചു കളയാൻ വേണ്ടി പോവാ. കരമൊന്ന് ഉയർത്തിയൊരു ആമേൻ പറഞ്ഞേ. ഫറവോൻ മോശയെ കണ്ടിട്ട് കളിയാക്കിയിട്ട് ചോദിച്ചു, വിടുവിക്കാൻ വന്ന നീയാണോ? എന്നാ വിടുവിക്കാൻ വന്നേ? ചൗന് സംസാരിക്കാൻ അറിയത്തില്ല. ചൗന് വിക്ക, എന്തുവാ വിക്ക? ഞാനാകുന്നവൻ ഞാനാന്നൊക്കെ പറയണേ ഒരു 15 മിനിറ്റ് എടുക്കും. അത്ര ഫ്ലുവൻ്റ് അല്ല സംസാരം, ആണോ? അല്ല, അത്ര ഫ്ലുവൻ്റ് അല്ല. പക്ഷെ അഭിഷേകം ഫ്ലുവൻ്റാ. ഒരാമേൻ പറ. ഇന്ന് രാവിലെ ദൈവം നിന്നെ തെളിയിക്കാൻ പോവാ. നിങ്ങൾക്കൊരു ദൂതൂടെ കേൾക്കണോ? വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകൾ ഇന്ന് രാവിലെ അറുത്തു വീഴും. ഞാൻ ഇന്ന് രാവിലെ നിയോഗത്തോടെ കാണുക, ചില അഭിഷക്തന്മാരുടെ വീട്ടിൽ ചില കുടുംബങ്ങളുടെ മക്കളെ ഇന്ന് രാവിലെ ചിലത് അറുത്തു വീഴാൻ പോവാ. ചില ശക്തികൾ അറുത്തു വീഴാൻ പോവാ. ചില ആധിപത്യങ്ങൾ അറുത്തു വീഴാൻ പോവാ. വർഷങ്ങൾ പഴക്കമുള്ള ചിലത്, പാരമ്പര്യമായി കൈവാറി വന്ന ചിലത് ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് അറുത്തു മാറാൻ പോകുക. ഈ രാവിലെ കർത്താവിനോട് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. കരമുയർത്തി ആമേൻ പറഞ്ഞേ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് രാവിലെ അവൻ നിന്റെ വീട്ടിൽ ഇറങ്ങി വരാൻ പോവാ. മോശയോട് ചോദിച്ചു, നിന്നെ ആരാ ഇങ്ങോട്ട് വിട്ടേ? മോശ പറഞ്ഞ അവന്റെ പേര് ഞാനാകുന്നവൻ. അവൻ ചെങ്കടലിൽ വെച്ച് വഴി വെട്ടിയവനാ. മാറയിൽ വെച്ച് മാറയിലെ വെള്ളം മധുരമാക്കിയവനാ. അവൻ ഞങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. He is a lamb of God. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നുണ്ടോ? അടിക്കപ്പെട്ടവൻ, തകർക്കപ്പെട്ടവൻ, അറുക്കപ്പെട്ടവൻ, ഉയർത്തപ്പെട്ടവൻ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പോവാ. ഇതെല്ലാം പറഞ്ഞിട്ട് മോശ വടി താഴെയിട്ടു. മോശ വടി താഴെയിട്ടു. മോശയുടെ വടി സർപ്പമായി. മോശയുടെ വടി സർപ്പമായി. ശരിക്കും പാമ്പിനെ കണ്ടാൽ നമ്മൾ പേടിക്കുവോ? പേടിക്കത്തില്ലേ? കണ്ടോ, പാമ്പെന്ന് പറഞ്ഞപ്പോഴേ എഴുന്നേറ്റു. പറയും
ഇതിനകത്ത് ഇപ്പോൾ ഒരു പാമ്പ് കയറിയാൽ എന്തോ ചെയ്യും? ഓടാൻ പറ്റുന്നവരോടും വടിയെടുക്കാൻ പറ്റുന്നവർ വടിയെടുക്കും. സത്യമല്ലേ? മോശയുടെ ഫറവോന്റെ അങ്കണത്തിൽ ആര് വന്നു? മോശയുടെ വടി പാമ്പായി. ഫറവോൻ ഞെട്ടിയോ? ഇല്ല. പുള്ളി സ്ഥിരം പാമ്പ് കാണുന്ന പുള്ളി പാമ്പ് പിടുത്തക്കാരന്. അതിനകത്ത് ആടിരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോ, ചില പൈശാചിക മണ്ഡലങ്ങളെ നമ്മൾ വിഴുങ്ങിത്തുടങ്ങും. കൈ ഉയർത്തിയൊരാമീൻ പറ. ഇന്ന് രാവിലത്തെ ഈ മെയ് മാസത്തെ ആരാധനയിൽ നിന്റെ വീട്ടിലെ 430 വർഷത്തെ ശാപത്തെ ഒറ്റ മിനിറ്റ് കൊണ്ട് നീ വിഴുങ്ങിക്കളയാൻ പോവാ. കൈ അടിച്ച ദൈവത്തിന് ഒരാമീൻ പറ. കർത്താവ് എന്നോട് പറയുക, നിന്റെ കുടുംബത്തിനകത്ത് സെപ്പറേഷൻ തരുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ഇടുക്കം തരുന്ന, നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം തരാത്ത, നിന്റെ വീട്ടിൽ അത്ഭുതം തരാത്ത ചില ദുരാത്മ ശക്തികളെ ഇന്ന് രാവിലെ വിഴുങ്ങിക്കളയാൻ കരങ്ങൾ ഒന്നടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് കർത്താവിന് അല്പമിനിറ്റുകളൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. കർത്താവ് എന്നോട് പറയുക, നിന്റെ വീട്ടിൽ തോൽവികൾ 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 എന്ന് എഴുതിയിരിക്കുന്ന സകല തോൽവികളും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് വിജയം 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 എന്ന് വെളിപ്പെട്ടു വരാൻ പോകുക. തോൽവി 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 എന്ന പിശാച് എഴുതിയത് വിജയമാകാൻ പോവാ. ആത്മാവിലൊന്ന് ഏറ്റെടുത്ത്, അഭിഷേകത്തിലൊന്ന് ഏറ്റെടുത്ത്, ആത്മാവിലൊന്ന് സഞ്ചരിച്ച് നിന്റെ വീടിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന സകല എഴുത്തുകളും ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ പാർക്കുന്ന ഇടങ്ങളിലേക്ക് പാർക്കുന്ന ഇടങ്ങളിലേക്ക് പാർക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. നീ പാർക്കുന്ന ഇടങ്ങളിലേക്ക് മോശ വടിതാടയിട്ടു. 430 വർഷത്തെ കെട്ടുപൊട്ടിയതാ വടിതാട് വീണേ. ഫറവോന് മനസ്സിലായില്ല. ഫറവോൻ ചിരിച്ചു. ഫറവോൻ, നീ അന്യഭാഷ പറയുമ്പോൾ പലരും ചിരിക്കും. ഒരാമീൻ പറ. ഇത് നിയോഗത്തിന്റെ അഭിഷേക. നിയോഗത്തോടാ നീ അന്യഭാഷ പറഞ്ഞേ. മോശ വടിയെടുത്ത് താഴെയിട്ട് നിയോഗത്തോടാ. ചില നിയോഗങ്ങൾ നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരാൻ പോവാ. ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ അകത്ത് അഭിഷേകമുള്ളവരറിയാ ഇതൊരു നിയോഗമാണ്, ഇതൊരു നിയോഗമാണ്. പ്രിയരെ, നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോകുകയാ. ആത്മാവിൽ നീ സഞ്ചരിക്കാൻ പോകുകയാ. ആത്മാവിൽ നീ സഞ്ചരിക്കാൻ പോകുകയാ. നിന്റെ വീടിനെ വർഷങ്ങളായി പിടിച്ച് കെട്ടി ഒതുക്കിയതിനെ ഈ രാവിലെ മുറിച്ചു കളയാ. നീ ആത്മാവിൽ സഞ്ചരിക്കാൻ പോകുകയാ. അഭിഷേകത്തിന്റെ തീയാൻ വേദമനന്തേ വൈഡമനന്തേ വൈഡമനഗജ അൽമവനത്തുന വൈഡപ്രവനോ ഹസ്തനമൗഡ. ഈ 80 വയസ്സുള്ള മോശയ്ക്ക് ടെസ്റ്റ് പണി പറയാൻ മൈക്ക് കൊടുത്തേ. എത്ര വയസ്സുണ്ട്? 80. എന്നാ പറയും ടെസ്റ്റ് പണി? ഞാൻ ജനിക്കണ്ടായിരുന്നു, ഞാൻ ഈ ജീവിതം കൊള്ളുകയില്ല, ജീവിതം കൊള്ളുകയില്ല. എന്തിനാ ദൈവം എന്നെ ജനിപ്പിച്ചെന്നറിയത്തില്ല. 80 വയസ്സ് വരെ പാഴായിപ്പോയി. വിഷമിക്കരുത്. 80ാമത്തെ വയസ്സ് ഒരു ടേണിംഗ് പോയിന്റാണ്. സ്നേഹിതരെ, ഒരു വാക്കുകൂടെ പറയുക. 80 വയസ്സ് വരെ ചെയ്യാൻ പറ്റാത്തത് 80 തൊട്ട് 120 വരെ നീ ചെയ്യും. നീ ഒരു ചരിത്രമായി മാറും. യു ആർ ഇൻ ദ ഹിസ്റ്ററി. നീ ഒരു ചരിത്രമായി മാറും. നീ ഒരു ചരിത്രമായി മാറും. നീ ചരിത്രം മേക്ക് ചെയ്യുന്നയാളായിട്ട് മാറും. നീ ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ ദൈവം നിന്നെ ട്രെയിൻ ചെയ്യാറുണ്ടോ? കൈ ഉയർത്തി പിടിച്ചൊരാമീൻ പറയോ. നിങ്ങൾ ഇരുന്നേ പ്രിയരെ. ജീവിതം പാഴ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ?
ഉണ്ട് ദൂത്, പാഴായിട്ടില്ല. തുടങ്ങാൻ പോവാ. പാഴായിട്ടില്ല, തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ഇന്ന് മെയ് മാസത്തിൽ തുടങ്ങാൻ പോവാ. കേട്ടവരെ കൈ ഒന്ന് വീശുവാൻ ആമേൻ പറ. ഇത് ഞാൻ പ്രധാനമായിട്ട് പറയാ. തുടങ്ങാൻ പോകയാ, തീർന്നിട്ടില്ല. ശരിക്കും ആത്മാവിൽ കൈവീശിക്കോ. കർത്താവ് എന്നോട് പറയൂ, തുടങ്ങാൻ പോകയാ, തുടങ്ങാൻ പോകയാ, തുടങ്ങാൻ പോകയാ. അഭിഷക്തന്മാരെ തുടങ്ങാൻ പോകയാ. കൈ ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയില്ലേ? 80 വയസ്സിനോട് അടുക്കുന്ന സമയത്ത് നടന്ന് നടന്ന്, മോശയ്ക്ക് സൈക്കിളുണ്ടോ? സൈക്കിളുണ്ടോ? കുതിരവണ്ടി ഉണ്ടോ? കാളവണ്ടി? ഒരു വണ്ടിയില്ല. നടക്കുക. എന്തുവാ? നടക്കുക. ഒരാമയും പറഞ്ഞില്ല. ഇന്ന് രാവിലെ ദൂത് കേട്ടോ, നടന്ന് നിന്നെ ഓടിക്കാൻ പോവാ. നടന്ന നിന്റെ കുടുംബത്തെ ഓടിക്കാൻ പോവാ. മോശയുടെ ലൈഫ് 3 പഠിക്കണം. സമയമില്ല, 1:45. കത്രാസമര കയറി വാ. ആമേൻ. മോശയുടെ ലൈഫ് 3 പഠിക്കണം. ആദ്യത്തെ 40, രണ്ടാമത്തെ 40, മൂന്നാമത്തെ 40. കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ 120 വയസ്സ്. എത്ര? 3:40 കണ്ട സമ്മേളനമാണ്. 3 12 120. എത്രയായി? 120. കണ്ടില്ലേ നിങ്ങൾ? ആദ്യത്തെ 40 കൊട്ടാരത്തിൽ, തുടങ്ങിയത് പുഴയിൽ നിന്ന. നിന്റെ തുടക്കമൊക്കെ വലിയ തകർച്ചയാണെങ്കിൽ നിന്റെ ഒടുക്കം അത്ഭുതമായിരിക്കും. കൈ ഉയർത്തി ഒരാമയും പറ. ഇന്ന് ഭയങ്കര നഷ്ടമല്ലേ? വിഷമിക്കണ്ട, ഒരത്ഭുതം നടക്കാൻ പോവാ. ഒത്തിരി പരാജയമാണോ? വിഷമിക്കണ്ട, ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ഈ തീരെ നഷ്ടങ്ങളല്ല, ദൈവ മഹത്വമാകാൻ പോവാ. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ മോശയെ കുറിച്ച്. മോശയെ ദൈവം വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഭൂമിയിൽ അതി സൗമ്യൻ. എന്നാ? സൗമ്യല്ല, സൗമ്യൻ. ഒന്നൂടെ. ഭൂമിയിൽ മോശയുടെ അത്രയും സൗമ്യനായിട്ടൊരു മനുഷ്യനില്ല. ഉണ്ടോ? ശരി. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാ, പാസ്റ്ററെ നിങ്ങളുടെ സഭയിൽ നിന്ന് സൗമ്യതയുള്ളൊരു പെണ്ണിനെ എനിക്ക് എൻ്റെ മോന് വേണ്ടി ആലോചിക്കണം. ഈ സൗമ്യത എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? സൗമ്യത എന്തുവാ? സൗമ്യത, സൗമ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? വിനയം, വിനയം എന്ന് പറഞ്ഞാൽ എന്തുവാ? പാവം, പാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? താഴ്മ, താഴ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ പ്രശ്നമായില്ലയോ? അല്ല, എന്തുവാന്ന് പറഞ്ഞിട്ട് വാ. എന്തുവാ സൗമ്യത? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നോ? പ്രശ്നമായി. എന്തുവാണ് സൗമ്യത? പറഞ്ഞിട്ട് വാ. മോശ സൗമ്യനെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ സൗമ്യതയും താഴ്മയുള്ളവൻ. നിങ്ങൾ പറ, സൗമ്യത എന്ന് പറഞ്ഞ എന്തുവെന്ന് പറ. താഴ്മ എന്തുവെന്ന് പറ. സൗന്ദര്യോ? വേണ്ട വേണ്ട, പൊന്നച്ച സ്തോത്രം. നിങ്ങൾ പറ, സാധനം എന്തോന്ന് പറ, സൗമ്യത എന്തോന്ന് പറ. ശരി, ഞാനിനി അങ്ങ് പറയാം കേട്ടോ. നിങ്ങൾ വലിയ വായിൽ നാക്കുണ്ടോന്ന് നോക്കിയാൽ ഇല്ലാത്തവരെയാണ് നമ്മൾ സൗമ്യരെന്ന് പറയുന്നത്. സത്യല്ലേ? ചോറ് കഴിക്കാനില്ലാതെ വാ തുറക്കാത്തവരെയാണ് നമ്മൾ. ചോറ് കഴിക്കാൻ മാത്രമേ, അത് മൊത്തം തുറക്കില്ല, പകുതിയെ തുറക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തോ പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഇതാണ് സൗമ്യത? അല്ല. ദൈവം മോശയെ വിളിച്ച പേരാ സൗമ്യൻ. നിങ്ങൾക്കറിയാമോ? മോശ ശരിക്കും പൊതുവെ ഭയങ്കര ദേഷ്യക്കാരനാണ്. ആണോ? മിസ്രൈമിൽ വെച്ച് ഇസ്രായേലിനും മിസ്രൈമിലും വഴക്കുണ്ടായപ്പോൾ ഒറ്റ അട്ടിക്കൊരുത്തിനെ കൊന്ന് മണ്ണിപ്പൂത്തി അവനെ വിളിച്ചു സൗമ്യൻ. ആമീൻ പറ. ഇത് കേട്ടോ നിങ്ങൾ യേശുവിനെ കണ്ടോ? പള്ളിക്കകത്ത് കയറി വന്ന് ആലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ട് ചാട്ടവാറം കൊണ്ട് അടിച്ചു പുറത്താക്കി ദൈവം വിളിച്ചു സൗമ്യൻ. ആമീൻ പറഞ്ഞില്ല? ഇത് കേൾക്കുന്നുണ്ടോ? നിന്റെ മാനദണ്ഡമല്ല ദൈവത്തിന്റെ മാനദണ്ഡം.
നിന്റെ അളവുകോലല്ല, ദൈവത്തിന്റെ അളവുകോല്. ദൈവം തീരുമാനിച്ച അളവുകോല് നിനക്ക്. അത് ഈ സൗമ്യത എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ ഇന്നലെ രാത്രി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. 5-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ, അടുത്ത ദിവസം ഞാനത് പറഞ്ഞോളാം. സൗമ്യത അത് പറഞ്ഞോളും. നിങ്ങൾ കണ്ടതല്ല സൗമ്യത. ഒറ്റ അട്ടിക്കൊരുത്തനെ കൊന്ന് മണ്ണിപ്പൂത്തി. ആര്? ഈ മോശ. ദൈവം വിളിച്ചു സൗമ്യൻ. എന്താ? മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ്, ഭയങ്കര DJ നടക്കും അവിടെ. DJ പാർട്ടി, ഭയങ്കര ഡാൻസാ, ഭയങ്കര. അഹരോൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. സ്വോത്രം പറ. അങ്ങനെയുള്ള അഹരോന്മാർക്കായി ദൈവത്തിന് സ്വോത്രം. എല്ലാ ചേച്ചിമാരുടെയും കുണുക്ക് പറിച്ച് എന്തോ ചെയ്തു? കാളക്കുട്ടിയെ ഉണ്ടാക്കി. താഴെ ഭയങ്കര DJ ഇടിയും ഭയങ്കര ബഹളവും ഒക്കെയാ. മോശയ്ക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കയ്യിരുന്ന പാലകെടുത്തു ഒറ്റയേറെ. രാമീൻ പറ. എന്നിട്ട് എല്ലാത്തെയും ഇടിച്ചു പൊടിച്ച് വെള്ളം കുടിപ്പിച്ചു. രാമീൻ പറ. ദൈവം വിളിച്ചു സൗമ്യൻ. ആമീൻ പറഞ്ഞില്ല. മനസ്സിലായോ? ദൈവം വിളിച്ചു. എന്നെ വിളിച്ചു സൗമ്യൻ. പാളയത്തിലെല്ലാം കൂടെ കയറി വന്നപ്പോ മോശ പറഞ്ഞൊരു ധാത്രി ചുമക്കുന്ന പോലെ ഇവരെ എനിക്ക് ചുമക്കാൻ വയ്യ. തമ്പുരാൻ പറഞ്ഞു കൊല്ലാൻ വേണ്ടി വന്ന ഇവനെയൊക്കെ തമ്പുരാന്റെ കാലെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൊല്ലുവാണേ എന്നെ കൊന്നോണേ, ഇവരെ തുടരുത്. ഇടിവ് നിൽക്കുന്നവന്റെ പേര് സൗമ്യൻ. കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയാവോ? നമ്മൾ കാണുന്ന മാനദണ്ഡമല്ല ദൈവം കാണുന്നേ. ഞാൻ അടുത്ത ദിവസം പറഞ്ഞോളാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. യേശുവിനെ കുറിച്ചാ ഇന്നലെ രാത്രി ഞാൻ ഇരുന്ന് എഴുതുമായിരുന്നു. ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 1:30 മണിയായി രാത്രി. നിങ്ങൾ കൈയുയർത്തി ഒരു ആമീൻ പറഞ്ഞേ. എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ടെന്നറിയാം. ഒരു കാര്യം കൂടെ അങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടോ. ഇന്ന് രാവിലെ മോശ 40 വർഷം, അടുത്ത 40, രണ്ടാമത്തെ 40 ഇത്രോവിൻ്റെ ആടുകളെ എനിക്ക് മോശയോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്നറിയോ? മേയിച്ചപ്പം മേയിച്ചത് ആടിനെയാ. ആമീൻ പറ. കൈ കൊടുത്ത് പറ. ആടിനെയാ മേയിച്ചത്. ആടിനെയാ. പന്നിയാണോ മേയിച്ചേ? അല്ല, മേയ്ക്കുവാണെ ആടിനെ മേയ്ക്കാവൂ. ഈ പന്നി ആടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ആടാണെങ്കിൽ വർഷത്തിൽ 2 പേറും. 2ആണോ? ഒന്നല്ല പറത്തുള്ളൂ. 2 പേറും ഇല്ലേ? വളർത്തിയവരൊക്കെ അറിയാം. അപ്പം ഞാൻ സാറാമാമ എനിക്ക് ആടിനൊക്കെ തരുന്ന ആളാ. 2 പേറും അല്ലേ? പന്നിയാണെങ്കിലോ? പന്നി എന്നും വേണേ പെറും. ഉണ്ടെന്നില്ല. പെറുവാണേൽ 25 പിള്ളേരുണ്ട്. എത്ര കാണും? ആടിന് 2 കാണും. സ്വോത്രം പറഞ്ഞില്ല. നമ്മൾ മേയ്ക്കുവാണെ ആടിനെ മേയ്ക്കാവൂ. പിന്നെ മോശയോടുള്ളതിൻ്റെ സങ്കടം, അപ്പൻ്റെ ആടിനെ മേയ്ച്ചാൽ മതി, അമ്മായിപ്പൻ്റെ വേണ്ടായിരുന്നു. സ്വോത്രം പറഞ്ഞില്ല. മേയ്ക്കുവാണ് സഹോദരന്മാർ ശരിക്കും പറയാം, ഭാര്യ വീട്ടിൽ പോയി കിടക്കല്ലേ. ചിലന്നെ പൊങ്ങി പോലും നോക്കുന്നില്ല. ഭാര്യ വീട്ടിലെ ഷെയറും വാങ്ങിക്കല്ലേ. എന്നെ നോക്കിക്കോ, അഭിമാനത്തോടാ പറയുന്നത്. ഒരു ഷെയറും വേണ്ട, ദൈവം നിനക്ക് ഷെയർ തരും. ചെറുക്ക് പിന്നെ കല്യാണം കഴിച്ച പിന്നെ അമ്മയും അപ്പനും കണ്ടാ പിന്നെ ഇഷ്ടമല്ല. ഇപ്പം മൊത്തം സ്നേഹം അമ്മായിമ്മയോടാ. ആരോടാ? ചേട്ടാ നിനക്ക് കാല് തട്ടിയാ വിളിക്കുന്നേ. എൻ്റെ അമ്മായിമ്മ എന്നല്ല, എൻ്റെ അമ്മ എന്നാ വിളിക്കുന്നത്. മിണ്ടുന്നില്ല. രണ്ടിനും ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. കൈപൊക്കി ഒരു ആമയും പറ. ശരിക്കും ഇപ്പോഴാ ചിലർക്കൊരു സന്തോഷമായി. പാർക്കുവാണെങ്കിൽ എവിടെ പാർക്കണം? അപ്പൻ്റെ വീട്ടിൽ. അമ്മായിപ്പൻ്റെ വീട്ടിൽ പാർക്കല്ല. പാർത്ത ഒരാളുണ്ട്, യാക്കോബ്. അത് പിന്നെ പറയാം. നിങ്ങളുടെ ജീവിതം ഒന്ന് മാറുക. ചില ശാപങ്ങൾ വിഴുങ്ങിക്കളയും. ഇതെനിക്ക് ഭയങ്കര നിയോഗം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരിക. വർഷങ്ങൾ പഴക്കമുള്ള ശാപങ്ങൾ ഇന്ന് രാവിലെ ആയുധം വെച്ച് കീഴടങ്ങും. ഇന്ന് രാവിലെ നിന്നെ ഉയർത്താത്ത ആധിപത്യങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങും. നിന്റെ കുടുംബം ഉയരാതിരിക്കുന്ന ആധിപത്യങ്ങളെ ചങ്ങലകളെ ആയുധം വെച്ച് കീഴ്പ്പെടുത്താൻ ദൈവത്തിന്റെ കൃപ. മോശ വടിയും കൊണ്ട് വന്നു. ആദ്യത്തെ 40 കൊട്ടാരത്തിൽ. ആദ്യത്തെ 40 നിന്നെ കൊട്ടാരത്തിൽ ഇട്ടേക്കുന്ന ഭാഷ പഠിക്കാനാ. രാമീൻ പറ. എല്ലാ ഭാഷയും പഠിക്കുന്ന സ്ഥലമാണ് കൊട്ടാരം. മോശ എന്നൊക്കെ പഠിച്ചു? MA, LLB, കരോട്ട, ബ്ലാക്ക് ബെൽറ്റ്, മാർഷൽ ആർട്ട് ഇതുവരെ പഠിച്ച് മോശ മിടുക്കനാന്ന് കണ്ടപ്പം ദൈവം 40ാമത്തെ വയസ്സിൽ തമ്പുരാന്റെ പണി തുടങ്ങി. ഒരാമീൻ പറ. ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി പണി തുടങ്ങാൻ പോവാ. കൈ ഉയർത്തി ഒരാമീൻ പറയാ. ദൈവം പണി തുടങ്ങിയാൽ ഇസ്രായേലും മിസ്രൈമിലും തമ്മിൽ വഴക്കുണ്ടാവും. കേട്ടവരാമീൻ പറ. ദൈവം പണി തുടങ്ങിയാൽ ഇസ്രായേലും മിസ്രൈമിലും തമ്മിൽ വഴക്കുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഉണ്ടായ. നല്ല ദൈവം ഉണ്ടാക്കിയ. ദൈവം
ഇസ്രായേലിനും മിസ്രൈമിൽ നിന്നും വഴക്കുണ്ടായി. മോശ ഒരു ഒറ്റ അട്ടി മണ്ണിപ്പൂത്തി ഒറ്റ ഓട്ടം. സ്വോത്രം പറ. ഒറ്റ ഓട്ടം. എങ്ങോട്ട് പോയി? അവിടെ കുറച്ച് പെമ്പിള്ളാര് വെള്ളം കോരാൻ വന്നു. കുശലം ചോദിച്ചു. അവരുടെ വീട്ടിൽ പോയി കല്യാണം കഴിഞ്ഞു. രാമീൻ പറ. എത്രാമത്തെ വയസ്സിൽ? 40 മുമ്പ് കെട്ടിക്കോണം. രാമീൻ പറഞ്ഞില്ല. കെട്ടാത്തവരുടെ കാര്യമല്ല. ആണുങ്ങൾ 26 വയസ്സിനകത്ത് കെട്ടണം. രാമീൻ പറ. പെമ്പിള്ളാർ ഒരു 24-25 വയസ്സിനപ്പുറം പോവല്ല. സ്വത്രം പറഞ്ഞില്ല അല്ലയോ? അതതിൻ്റെ കറക്റ്റ്. എന്തിനാ 55 കഴിഞ്ഞ്? എന്തിന് കെട്ടുന്ന 55 കഴിഞ്ഞ്? കഴിഞ്ഞ ദിവസം അപ്പച്ചൻ്റെ അടുത്ത് വന്നു. 65 ഉണ്ട്, കെട്ടാൻ പോകും. ഞാൻ പറഞ്ഞു എന്തിന് കെട്ടുക? ഒരു സ്വത്രം പറഞ്ഞില്ല. എത്രാമത്തെ വയസ്സില്ല? 65 കെട്ടണ്ട. കെട്ടുവാണെങ്കിൽ ഒരു 30 വയസ്സിനകത്ത് ആണുങ്ങൾ കെട്ടണം. എന്നോട് യോജിക്കുന്നവരെന്ന് കൈപൊക്കിക്കോ. കൃത്യസമയത്ത് വിവാഹം നടക്കണം. ഇന്ന് രാവിലെ ഒരു ദൂത് ചില വിവാഹങ്ങൾ നടക്കാൻ പോവാ. ചില മക്കൾക്ക് വേണ്ടിയുള്ള പാക്കേജ് ഇതിനകത്ത് ഒരുങ്ങി വരാൻ പോവാ. ഞാൻ പരിശുദ്ധാത്മാവിൽ അങ്ങനെ കേൾക്കുക. ചില മക്കളുടെ ഭാവികൾ ദൈവം ഒരുക്കാൻ പോവാ. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരാൻ പോകുകയാ. സമയം 2 മണിയായി. ഞാൻ എൻ്റെ പ്രഭാഷണം ഇങ്ങനെ ചവിട്ടി ഒതുക്കാൻ പോവാ. മോശ കൊണ്ടെന്ന് വടിയിട്ടു. ബാക്കി മറ്റൊരിക്കൽ ദൈവം എനിക്ക് നിയോഗം തന്നാൽ പറഞ്ഞുകൊള്ളാം. മോശ കൊണ്ടെന്ന് വടിയിട്ടു. വടി പാമ്പായി മാറി. വടി പാമ്പായി മാറി. ആമേൻ. ഫറവോൻ മോശയെ കളിയാക്കി ചിരിച്ചു. ഒരു ദൂത്, കളിയാക്കിയവൻ നിന്റെ മുമ്പിൽ കരയും. ശരിക്കൊന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറ. നിന്നെ ഇന്ന് അപമാനിച്ചവൻ നിന്റെ മുമ്പിൽ നിന്ന് കരയും. മോശയെ കളിയാക്കി. മോശ അടിപതറിയില്ല. മോശയുടെ മുഖത്ത് നോക്കാത്ത അകത്തോട്ട് നോക്കിയിട്ട് ആ വിചാരകന്മാരെ, ശകുനവാദികളെ, മന്ത്രവാദികളെ ഒരുമിച്ച് വിളിച്ചു. എല്ലാവരും വടി കൊണ്ടുവന്നു. എല്ലാ വടിയും ഫറവോന്റെ അങ്കണത്തിൽ വന്നു വീണു. സകല വടികളും പാമ്പായി. എല്ലാ വടികളും പാമ്പായി. രാമീൻ പറഞ്ഞില്ല. ഇപ്പൊ എത്ര പാമ്പുണ്ട്? മൊത്തം 100-300 പാമ്പുണ്ട്. 100-300. മോശയുടെ പാമ്പെന്തേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം സകല പാമ്പും കൂടെ ആടുക. എവിടെ? ഫറവോന്റെ വീടിന്റെ അങ്കണത്ത് നിന്ന് സകല പുള്ളികളും ആടുക. വിഷമിക്കല്ല. നിലനിൽക്കുന്ന ആട്ടം ആടണ്ടേ? ആമേൻ പറ. ഇന്നിവിടെ ആടി, അടുത്ത ദിവസം അപ്പുറത്ത് സൗകര്യമായിട്ട് അപ്പുറത്തോട്ട് കിട്ടി, അങ്ങോട്ട് അങ്ങാടി. നീ പോക്ക. കൈപൊക്കെ രാമേൻ പറ. ആടുവാണ് നിലനിൽക്കുന്ന ആട്ടം ആടണം. കൈപൊക്കി ശരിക്കും രാമീൻ പറ. നിലനിൽക്കുന്ന ആട്ടം ആടിയാലേ ആട്ടം വിജയിക്കത്തുള്ളൂ. ഈ ആട്ടം കൊണ്ട് നിത്യത കാരണം. കൈ ഉയർത്തിയ രാമീൻ പറഞ്ഞേ. ഞങ്ങള് മാറി മാറി ആടുന്നവരല്ല, നിലനിന്നാടുന്ന ആളുകളാ. പിന്നെ ഒരു കാര്യം കൂടെ, വിശ്വാസികൾ ഞായറാഴ്ച ആരാധന മുടക്കല്ല. ഇങ്ങനെ ഞാൻ പറയാൻ പോയി. എനിക്ക് ഭയങ്കര നിയോഗത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് വൈകിട്ട് 7 മണിക്ക് അടുത്ത സ്ഥലത്ത് പോവുകയും വേണം. എന്നാലും 2 വാക്കുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. മോശ കരഞ്ഞോ? ഇല്ല. മോശയ്ക്ക് പവർ അറിയാം. ഒരാമീൻ പറ. നിന്റെ വീട്ടിൽ ഒരു ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഞങ്ങൾ പാർക്കുന്ന ഇടം കേട്ടവരാമീൻ പറ. ഞങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളതാകുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിലെ പ്രശ്നമാ. എവിടുത്തെ പ്രശ്നമാ? വീട്ടിലെ പ്രശ്നം. ഞങ്ങൾ പാർക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞ, ഞങ്ങൾ പാർക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളത്. ഞങ്ങൾ പാർക്കുന്ന ഇടം. ഇന്ന് രാവിലെ ദൂത്, നീ വിശാലമാകും. ദൈവം നിന്നെ വിശാലമാക്കും. മോശ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് വിട്ടത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ വിട്ടത്. എന്ന് പറഞ്ഞ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഇന്ന് രാവിലെ ദൂത് കേട്ടോ. എത്ര ശക്തിയോടെ നിനക്കെതിരെ പിശാച് പ്രബലപ്പെട്ടാലും ആരാധിക്കുന്നവനെ വിഴുങ്ങിക്കളയാൻ പോവാ. കരമൊന്നടിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന സകല ആളുകളും കരമടിച്ച് അല്പമിനിറ്റ് അന്യഭാഷകളിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ചില ശക്തികളെ ആരാധിച്ചു വിഴുങ്ങിക്കളയാൻ. ഞാനൊരു നിയോഗത്തോടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാ. നിങ്ങളുടെ വീട്ടിൽ പഴകിക്കിടക്കുന്ന ചില ശാപങ്ങൾ ഇന്ന് രാവിലെ വിഴുങ്ങിക്കളയും. ആരാധിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന ശാപങ്ങളെ ഈ രാവിലെ നീ വിഴുങ്ങിക്കളയാൻ പോവാ. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയ
ഇടയൻ രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. പ്രിയരെ, ഞാൻ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണുന്ന വെളിപ്പാട് ഇങ്ങനെയാ. മോശ തിരിച്ചു വരുമെന്ന് ഫറവോൻ അറിയാം. അവൻ തിരിച്ചു വരാതിരിക്കാൻ മന്ത്രവാദികളെ വീട്ടിൽ പാർപ്പിച്ചേക്കുക, ആഭിചാരകന്മാരെ വീട്ടിൽ പാർപ്പിച്ചേക്കുക. പക്ഷെ മോശ വരുന്നത് പോയതുപോലല്ല, ഇരട്ടി ശക്തിയോടാ തിരിച്ചു വരുന്നത്. പോയത് വിടുകയാനായിട്ട്, തിരിച്ചു വരുന്നത് അഭിഷേകത്തിന്റെ വടിയോടുകൂടെ തിരിച്ചു വരാൻ പോകുക. നിങ്ങൾ വിശ്വസിക്കുന്ന കൈ ഉയർത്തി ഒരച്ചൊരാമീൻ പറ. നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ കിടക്കുന്ന സകല ശാപങ്ങളും ഇന്ന് രാവിലെ നിങ്ങൾ വിഴുങ്ങിക്കളയും. കരമുയർത്തി ഒരാമീൻ പറ. നിന്റെ വടിക്ക് ശക്തിയുണ്ടതിനെ വിഴുങ്ങാൻ, നിന്റെ വടിക്ക് കിളിർക്കാൻ ശക്തിയുണ്ട്, നിന്റെ വടിക്ക് ചെങ്കടനെ അടിക്കാൻ ശക്തിയുണ്ട്, നിന്റെ വടിക്ക് തളിർക്കാൻ ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് ആരാധിക്കുകയും ഓൺലൈനിൽ കണ്ടോണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ പാർക്കുന്ന ഇടത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇടുക്കങ്ങൾ മാറിപ്പോകട്ടെ, ഇടുക്കങ്ങൾ മാറിപ്പോകട്ടെ, ഇടുക്കങ്ങൾ മാറിപ്പോകട്ടെ, തോൽവികൾ മാറിപ്പോകട്ടെ, ചരിത്രങ്ങൾ നിർമ്മിക്കുന്നവരാകട്ടെ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ